തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുട്ടട വാർഡിൽ നിന്ന് മത്സരിക്കുന്ന വൈഷ്ണ സുരേഷാണ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നത്. ടെക്കിയാണ്, നിയമവിദ്യാർത്ഥിനിയാണ്, അതുപോലെ തന്നെ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ഇപ്പോൾ അതേ സ്ഥാനാർത്ഥിയായിട്ട് മത്സരത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിലെ ആദ്യ പോരാട്ടമാണ്. എങ്ങനെയുണ്ട് ഈ പ്രചരണ ദിവസങ്ങളൊക്കെ? അല്ല, പ്രചരണ ദിവസങ്ങൾ വളരെ നന്നായി പോകുന്നു. കാരണം എൻ്റെ സ്വന്തം വാർഡാണ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു മാറ്റം ഉണ്ടല്ലോ. നമ്മൾ ഇത്ര നാൾ ആൾക്കാരെ കാണുമ്പോൾ വോട്ട് ചോദിക്കാറില്ല, പ്രാർത്ഥിക്കണമെന്ന് സഹായിക്കണമെന്ന് പറയാറില്ല. അവരുടെ ആവശ്യങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്, സഹായിക്കണമെന്ന് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുക, അങ്ങനെ അവരുടെ സകലമാന സപ്പോർട്ടും നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വിദ്യാർത്ഥിനിയാണ്, അപ്പോൾ ഈ കൂട്ടത്തിൽ പഠിത്തം എന്തായാലും നടക്കില്ല. അല്ല, പഠിത്തം ഞാൻ ടെക്നോ പാർക്കിൽ നൈറ്റ് ഷിഫ്റ്റാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പകൽ ക്ലാസ്സിന് പോവുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പഠിത്തം കുറച്ച് ജോലി ഡ്രോപ്പ് ചെയ്തു. പഠിത്തം കുറച്ച് ഒരു മാസത്തേക്ക് എന്തായാലും പോകാൻ പറ്റില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കുഴപ്പമില്ല, അത് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട് ഈ ദിവസത്തെ പ്രചരണമൊക്കെ? തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് അതിനകത്തൊരു വിശ്വാസമുണ്ട്. മുട്ടടയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അവിടെ എല്ലാ ആൾക്കാരും പ്രതികരണം അങ്ങനെയാണ്. എല്ലാ ഭാഗത്തു നിന്ന് ചെല്ലുമ്പോഴും വളരെ കാര്യമായിട്ട് പ്രതികരണമുണ്ട്. തീർച്ചയായിട്ടും വൈഷ്ണക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നുള്ള ആ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇവരെല്ലാവരും നമ്മുടെ അവിടെ എപ്പോഴുള്ള ആൾക്കാരാണ്. വാർഡ് പ്രസിഡന്റാണ്, കേശവസ്വരത്തെ മുൻ ഇതാണ് കൗൺസിലറാണ്, മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ്, നമ്മുടെ ഉമ്മനങ്കിളാണ്, അരുൺ ചേട്ടൻ, എല്ലാവരും നമ്മളോടൊപ്പം എപ്പോഴുള്ള ആൾക്കാർ തന്നെയാണ്. ഈ ഓഫീസിൽ പോയിരിക്കുന്ന കുറേ പേരുണ്ട്. അവരെല്ലാം രാവിലെ ഇറങ്ങി പ്രവർത്തനം കഴിഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് പോയിരിക്കണം. ഇനിയിപ്പം ഒരു 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ വളരെ നന്നായി പോകുന്നു. CPMൻ്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചു പിടിക്കുകയാണ് ലക്ഷ്യം. അത് ഫുൾ കോൺഫിഡൻസിലാണ്. ആൻറ്റി പറഞ്ഞിട്ട് അത് തന്നെയാണ് വേണ്ടത്. അപ്പം CPMൻ്റെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുമ്പോൾ അത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലാണ്. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായാലും അസംബ്ലി തിരഞ്ഞെടുപ്പായാലും ഒക്കെ നമ്മൾ വോട്ടിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുട്ടട വാർഡ് കോൺഗ്രസ് ലീഡ് അല്ലെങ്കിൽ UDF ലീഡ് ചെയ്യുന്ന ഒരു വാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു CPMൻ്റെ സിറ്റിംഗ് സീറ്റ് എന്ന് എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആയിരുന്നെങ്കിൽ പോലും അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. മുട്ടട വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, എന്തിന് വിജയിപ്പിക്കണം എന്നുള്ളത് പൊതുജനം ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ? പൊതുജനം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ബാൻഡ് പറഞ്ഞു കേട്ടില്ലേ, അങ്ങനെ മാറി വരണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 വീട് മുന്നിൽ ഒരു വീട്ടിൽ കയറിയപ്പോൾ അവർക്ക് വീടില്ല. അവരൊരു ഷെഡിൽ വളരെ കഷ്ടപ്പെട്ടാണ് താമസിക്കുന്നത്. അവർക്ക് ഇന്നേ വരെ വീട് കൊടുത്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അവർ ഇതിവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു CPMൻ്റെ സിറ്റിംഗ് സീറ്റാണ് അല്ലെങ്കിൽ LDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ 20-25 വർഷമായിട്ട് LDF ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണിത് മുട്ടട എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് അവർക്കൊരു വീട് വെച്ച് കൊടുക്കാനായിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരിപ്പം ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചു എന്താണ്, അപ്പോൾ ഈ പുതിയ ലിസ്റ്റിൽ വരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ കുറേ ലിസ്റ്റുകളായി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനി എത്ര ലിസ്റ്റുകൾ വരാനിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും ലിസ്റ്റ് വന്നിട്ടും അതിൽ വന്നിട്ടില്ല, പിന്നെ എന്ന് വരാനാണ്? അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്ന നല്ല വെയിലാണ്. ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അതായത് വെള്ളത്തിന് പോകാനുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു അക്സസിബിലിറ്റി ഇല്ല എന്നതാണ്. തൊട്ട് ഫ്രണ്ടിൽ തോടാണ്, എന്നിട്ട് പോലും വെള്ളം കെട്ടി കിടക്കുന്നു. മഴ പെയ്യുമ്പോൾ തോട് നിറഞ്ഞ് വെള്ളം കളയാറുണ്ട്. വെള്ളം പുറത്തേക്ക് വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഡ്രെയിനേജിൻ്റെ പ്രശ്നമുണ്ട്, തെരുവ് നായ ശല്യമുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ മുട്ടട വാർഡിലുണ്ട്. സബ് റോഡുകളൊന്നും തന്നെ ടാറിട്ടിട്ടില്ല. ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം വരണം എന്നുള്ളതാണ്. സാധാരണക്കാരിലേക്ക് ഇറങ്ങി സാധാരണക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മളെ കൊണ്ടുണ്ടാവണമെന്ന്, അങ്ങനെയല്ലേ നമ്മളൊരു ജനപ്രതിനിധിയാവുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. നമ്മൾ കട്ടയ്ക്കൊപ്പം സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കുകയാണ്. സ്ഥാനാർത്ഥിയുടെ ഒപ്പം നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ ഈ പ്രാവശ്യം 50-ൽ മേളിൽ സീറ്റ് കോർപ്പറേഷനിൽ കോൺഗ്രസ് UDF തന്നെ നേടണം എന്നൊരാഗ്രഹവും കൂടെ ഉണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ മണ്ഡലങ്ങളും എല്ലാ ഏരിയയിലും കയറി വർക്ക് ചെയ്തു. കാരണം ജനദ്രോഹപരമായ നടപടികളാണ് CPM 10 വർഷമായിട്ട് കയറി ഞങ്ങളെല്ലാം തരും എന്ന് പറഞ്ഞ് റേഷൻ കിറ്റിൽ കൂടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു അടവാണ്, ഇപ്പോഴത്തെ പുതിയ ട്രിക്കാണ് 1000 എന്നുള്ള പെൻഷൻ എമൗണ്ട് കൂട്ടുകയും 20 തൊട്ട് 34 വയസ്സ് മേളിലുള്ളവർക്ക്
ഒരു എമൗണ്ട് വീട്ടമ്മമാർക്ക് ഇലക്ഷൻ വരുമ്പോഴത്തേനും എല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ച് വിട്ട് ഞങ്ങൾ അതെല്ലാം അപ്പോൾ വോട്ട് പെട്ടി ലക്ഷ്യമാക്കിയുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഇപ്രാവശ്യം ജനങ്ങളൊന്നും വോട്ട് ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ധാരണ. KSUവിൽ പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ സഹായകരമാവും. KSUവിൽ പ്രവർത്തിക്കുന്ന എക്സ്പീരിയൻസ് നമ്മൾ കൂടുതലും കുട്ടികളുമായിട്ടായിരിക്കും ആശയവിനിമയം നടത്തുക. പിന്നെ സമരപരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഈ കോളേജ് ക്യാമ്പസുകളിൽ കുട്ടികളുമായൊക്കെ ആശയവിനിമയം നടത്തി വന്നതുകൊണ്ട് നമുക്കൊരാൾക്കാരെ കാണുമ്പോൾ സംസാരിക്കാനായിട്ടുള്ള മടികളൊന്നും തന്നെ ഇല്ല. അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ ഈ പല ആൾക്കാരെ കണ്ട് നമുക്ക് പലരോടും സംസാരിച്ച് അവരുടെ ആശയങ്ങൾ നമ്മളിലേക്ക് എടുത്തല്ലേ അവരുടെ പരാതികൾ കേട്ടല്ലേ നമുക്ക് ശീലമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളില്ല. പിന്നെ ആൾക്കാരോട് പല തരത്തിലുള്ള ആൾക്കാരോട് ഓരോരുത്തരും ഓരോ ക്യാരക്ടറൈസേഷൻ ആണല്ലോ. അപ്പോൾ അവരോട് സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതിൻ്റെ ഒരു ഗുണമായി തന്നെ ഞാൻ കാണുന്നു. കാരണം വളരെ ചെറുപ്പകാലം മുതൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള കോളേജിൽ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു, യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, ചെയർപേഴ്സൺ കാൻഡിഡേറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമായി തന്നെയാണ് ഞാൻ ഇതെല്ലാം കാണുന്നത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസത്തോടെ പ്രചരണം തുടരുകയാണ്. എല്ലാ വാർഡുകളിലും ഇതിനോടകം കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രചരണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് വലിയ പ്രതീക്ഷയോടെ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.